മൂന്നാർ സഹകരണ ബാങ്കിനെതിരെ ചില ദൃശ്യമാധ്യമങ്ങൾ തുടർച്ചയായി നൽകിവരുന്ന വാർത്തകൾക്കെതിരെ ഭരണസമിതി രംഗത്ത്. ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ.ബി. ശശി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വർഷവും സഹകാരികൾക്ക് ലാഭവിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിലവിൽ 76 കോടി രൂപ നിക്ഷേപമായും 180 കോടി രൂപയുടെ ആസ്തിയുമുള്ള മൂന്നാർ സഹകരണ ബാങ്കിനെതിരെയാണ് സഹകാരികളിൽ അങ്കലാപ്പുണ്ടാക്കി ബാങ്കിനെ തകർക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നടത്തിവരുന്ന അനുബന്ധ വ്യവസായങ്ങൾക്ക് സഹകരണ നിയമപ്രകാരമുള്ള എല്ലാ അനുമതികളും ലഭിച്ചിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനമായി അതിനകത്ത് വന്ന ഒരു വാർത്ത, ബാങ്കിൻ്റെ മിച്ച ഫണ്ട് ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഞങ്ങൾ അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഈ ഹോട്ടല്, സിബ് ലൈൻ തുടങ്ങി എന്നാണ് ഒന്നാമത്തെ ഒരാക്ഷേപം. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ അനുമതികളുടെയും പേപ്പർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതും നിങ്ങൾക്ക് തരാൻ വേണ്ടി അതിൻ്റെ കോപ്പി എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ. ബാങ്ക് ഏറ്റെടുത്തു നടത്തുന്ന T&T ലേഷർ മൂന്നാറിലെ ഏറ്റവും മികച്ച ഹോട്ടലുകളിൽ ഒന്നാണ്. പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം 42 ലക്ഷം രൂപ GST ഇനത്തിൽ മാത്രം സർക്കാരിലേക്ക് അടച്ചു. 2 വർഷത്തിനിടെ 8 കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. 2018 പരീക്ഷണാടിസ്ഥാനത്തിൽ 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹൈഡൽ പാർക്കിൽ സിപ്പ് ലൈൻ സിപ്പ് സൈക്കിൾ പദ്ധതി ആരംഭിച്ചത്. 10 പേർക്ക് ജോലി നൽകി. ഇവിടെ നിന്നും ലഭിക്കുന്ന വരുമാനം കൃത്യമായി ബാങ്കിൽ അടച്ചു വരുന്നു. ഹൈഡൽ പാർക്കിനോട് ചേർന്നുള്ള 4 ഏക്കർ സ്ഥലത്ത് അമ്യൂസ്മെന്റ് പാർക്ക് ആരംഭിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന് സഹകരണ വകുപ്പിന്റെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്. CPIM നേതൃത്വത്തിലുള്ള ബാങ്കാണ് നടത്തിപ്പിന് പിന്നിലുള്ളതെന്ന കാരണത്താലാണ് ചില തൽപര കക്ഷികൾ കോടതിയെ സമീപിച്ച് ഈ പദ്ധതിക്കെതിരെ സ്റ്റേ ഉത്തരവ് സമ്പാദിച്ചത്. ഇതിനെതിരെ ബാങ്ക് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കോടതി ഇത് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. പരോക്ഷമായും പ്രത്യക്ഷമായും 200ഓളം പേർക്ക് ജോലി നൽകുകയെന്നതായിരുന്നു ലക്ഷ്യം. സമയാസമയങ്ങളിൽ നടക്കുന്ന ഓഡിറ്റിനു വിധേയമായാണ് ബാങ്ക് പ്രവർത്തിച്ചു വരുന്നത്. ബാങ്കിനെതിരെ വാർത്തകൾ നൽകുന്നതിന് മുമ്പേ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ.ബി. ശശി മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.